നമ്മൾ വിചാരിച്ച് ഇവരിങ്ങനെ കരിമീൻ എങ്ങനെ പിടിച്ച് കയറ്റുന്നത് ദൂരത്ത് കണ്ടതാ. നമ്മൾ എന്നിട്ട് എന്നാലും വീഡിയോ എടുക്കുക, എന്നാലും ഇവരെന്നാ പിടിക്കുന്നത് നോക്കാമെന്ന് വിചാരിച്ച് അടുത്തേക്ക് പോയതാണ്. അപ്പൊക്ക് ഈ കുരുട മീൻ അനാമസ് ഇതായിരിക്കും പിടിക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തേങ്ങാപ്പൂൾ ഇട്ടാൽ വരെ പിടിക്കുന്നില്ല, അങ്ങനത്തെ ഒരു കുരുടൻ മീനാണ്. എന്തായാലും അവർ ആടെ കണ്ടതല്ല, അവർ അടുത്ത് വന്നതല്ല അവർ പിടിച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്ന കുറച്ച് വൈകിപ്പോയി. എന്തായാലും മോശമല്ല, നല്ലൊരു വീഡിയോ കിട്ടീനി. ഇനിയിപ്പോൾ നമുക്ക് അത് ഉച്ച സമയത്ത് എടുത്തതാണ്. ഇപ്പം സന്ധ്യ ആയി ഏകദേശം. അപ്പോൾ അവിടെ മഞ്ചയ്ക്ക് ഇന്ന് ഒരു വല കിട്ടുന്നുണ്ട്. വല കിട്ടുന്നത് വെച്ചാൽ അന്നത്തെ പോലെ ഒരുപാട് മീനൊന്നും കിട്ടൂല, കാരണം അവർ വെള്ളം ഇറക്കുന്നതാണ്. അന്ന് എന്ന് വെച്ചാൽ വല കെട്ടാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ഇറക്ക സമയത്ത് വെച്ചതാണ് വല. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ വെള്ളം ശക്തിയായിട്ട് ഒരുപാട് മീൻ കിട്ടും. അപ്പോൾ ഇന്ന് അവർ വെള്ളം ഇറക്കി പുതിയ വെള്ളം മഞ്ചയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് മീൻ ഉണ്ടാവും, അവർ വല വെച്ചിട്ടല്ലേ വെള്ളം ഇറക്കൂലൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇന്നത്തെ പരിപാടി ആടെ നിന്ന് കിട്ടും നോക്കാം. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകും ആ വീഡിയോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഈ പുഴ സൈഡിൽ നിന്ന് വെള്ളം ടോർച്ചടിച്ച് നോക്കിയാന്നേ വെള്ളത്തിൽ. അപ്പോൾ കണ്ട എറിയൻ നല്ല അടിപൊളി സാധനം തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി മീൻ പിടിക്കാൻ നോക്കി ഒരുപാട് കിട്ടും. പക്ഷെ നമുക്ക് ഒരു ദിവസം അതിൻ്റെ വീഡിയോ എടുക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ വെള്ളത്തിലേക്ക് കൂടെ പോയി ടോർച്ചൊക്കെ അടിച്ച് നമുക്ക് ഒരുപാട് മീനെ കാണാം. നമ്മൾ കയ്യിൽ ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പിടിക്കുക, അങ്ങനെ നോക്കിയാൽ ഒരു കറിക്കെല്ലാം കിട്ടും. അപ്പോൾ എന്തായാലും ഇവരുടെ മഞ്ചക്ക് എന്തോ പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്കിന് വെള്ളം ഇറക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം ചെറിയ മീനിനെ കിട്ടിയെന്ന് ഒരുപാട് ആൾക്കാർ തിരിഞ്ഞു കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ കുട്ടനും സുനിയാട്ടനും ഇടുന്ന് വില എടുക്കുന്നുണ്ട്. നോക്കാം അതിലെന്താ ഇല്ലയെന്ന്. എന്തായാലും അന്നത്തെ പോലെ അധികം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും എന്താ ചെറുത് ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടുന്ന് നമ്മൾ രാഗേശ്വരി ചാക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങോട്ട് വാങ്ങിയെന്ന് ആ ചാക്ക അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം അതിങ്ങോട്ടേക്ക് അതിലിട്ടിട്ട് ഇങ്ങോട്ട് മേലോട്ടേക്ക് എടുക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം സംഭവം അതിലെന്താ ഉണ്ടായത്. എന്തായാലും ചെറിയ ചെറിയ മീനെ ഉണ്ടല്ലോ, അധികം ഒന്നും പ്രതീക്ഷിക്കണ്ട. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലാവും. കാരണം ഇതെന്നല്ല, വെള്ളം നല്ല ശക്തിയിൽ കുത്തിയൊലിച്ച് വരുന്നുണ്ടായിനി. അങ്ങനെ വന്നാലേ ഒരുപാട് ചെമ്മീനും വലിയ വലിയ മീനൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഇറക്കുന്നതല്ലേ, വേറെ കയറ്റാൻ വേണ്ടി ഇറക്കുന്നില്ലേ. അപ്പം അധികം വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട. എന്തെങ്കിലും ഉണ്ട്, നമുക്ക് നോക്കാം, കരക്കെത്തി നോക്കാം. അപ്പോൾ സുനിയാട്ടൻ ആടെ കിട്ടിയങ്ങ് ഇളക്കിയിട്ടുണ്ട്. ഞാൻ വല ഒന്ന് ക്ലീൻ ചെയ്യും ഞാൻ തോന്നുന്നു. ഇങ്ങനെ കച്ചറയില്ലതുകൊണ്ട് അതുകൊണ്ട് എന്തോ മീൻ കുടുങ്ങിയിട്ടുണ്ട്. അപ്പം അതെല്ലാം ക്ലീനാക്കി അങ്ങോട്ട് താഴോട്ടേക്ക് വിടുകയെന്ന് കണ്ടോ. അതിൽ നോങ്ങോലാന്ന് തോന്നുന്നു, നല്ല അടിപൊളി മീനാണ് നോങ്ങോല്. നമ്മൾ ലേഡീസ് മീൻ എന്ന് പറയും. അപ്പം എന്തായാലും അതിനെയും കാണാം. എന്തായാലും കരക്കേറിട്ട് ഇവിടെ കുടുങ്ങിയിട്ടുണ്ടേ. അപ്പോൾ അതിനിടക്ക് എടുത്തിട്ട് അയക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ഒരു മീൻ എടുത്ത് നമ്മളെ ചാക്കിൽ കൊണ്ടുവന്ന് ഈ ഒരു ബക്കറ്റ് തട്ടിയിട്ടുണ്ട്. കാരണം ചെമ്മീനുണ്ടെങ്കിൽ തെറിക്കുന്നതുകൊണ്ടായിരിക്കും ബക്കറ്റ് തട്ടിയിട്ടുണ്ട്. നോക്കാം എന്താ കിട്ടിയെന്ന് നോക്കാം. അതിലിപ്പം കാരച്ചെമ്മീനുണ്ട്, പക്ഷെ കാരച്ചെമ്മീൻ ചെറുതാണെന്ന് അധികമൊന്നുമില്ല. എന്തായാലും പൊടിമീനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നോങ്ങോലുണ്ട് കേട്ടോ, നല്ല അടിപൊളി മീനാണ് അത്.
അപ്പൊ ഗൈസ് ഇതൊരു നല്ലൊരു കൊളോനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് അതിനെ വെള്ളത്തിലേക്ക് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ.